നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മള് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ജസ്റ്റ് ഒരു വൺ ടൈം തരാം കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയുമായിട്ട് ഇപ്പൊ താഴെ കുറെ കമന്റ് കണ്ടു, സിലബസ് വൈസായിട്ട് അതായത് സബ്ജക്ട് വൈസായിട്ടൊക്കെ തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി എന്നെയെന്ന് കണ്ടിരുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്നും എത്ര മാർക്കാണ്? 10 മാർക്കാണ് നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത് അല്ലെ? 10 മാർക്കിന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, ഈ കേരള ഹിസ്റ്ററിയിൽ 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ ആണോ? പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പം നോക്കി വരണം കേട്ടോ, എങ്കിലും നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ 24 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു കഴിഞ്ഞു. എക്സാം ആകുമ്പോഴേക്കും നമ്മൾ എത്ര ഇടും? 60 ക്വസ്റ്റ്യൻ പേപ്പറോളം LGS ലെവൽ നടത്തിയിട്ടുള്ള, അതായത് പ്രിലിംസും മെയിൻസും ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലെത്തും. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ പക്കയാക്കുക. അതേപോലെ ഇപ്പൊ കേരള ഹിസ്റ്ററിയിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ, എങ്കിലും നമുക്ക് ഇതിന് നാളെ ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ 3 ഡേയ്സ്, ഇന്നിപ്പോ ഒരു ക്ലാസ് ആയി. ഇനി നാളെയും മറ്റന്നാളും കൊണ്ട് കേരള ഹിസ്റ്ററി അവിടെ കംപ്ലീറ്റ് ചെയ്തു. മറ്റന്നാൾ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ജോഗ്രഫി ചെയ്യാം, കേരള ജോഗ്രഫി 2 ദിവസം കൊണ്ട് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ 2-3 ദിവസം കൊണ്ട് ചെയ്യാം, അങ്ങനെ എക്കണോമിക്സ് 2-3 ദിവസം കൊണ്ട് ചെയ്യാം, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ ആകുമ്പോഴേക്കും എക്സാമിന്റെ തലേ ദിവസം ആകുമ്പോഴേക്കും എല്ലാ ടോപ്പിക്കിലും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടിച്ചു പോകാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയുണ്ടെന്നുള്ളത് ക്ലാസ് കണ്ടിട്ട് അഭിപ്രായം കൂടിയിട്ട് ഒന്ന് പറയാം. അപ്പൊ ഇതിലിപ്പോ നമുക്ക് ഇപ്പൊ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് യൂറോപ്യന്മാരുടെ ആഗമനം പഠിക്കാനുണ്ട്. യൂറോപ്യന്മാരുടെ ആഗമനം ഒന്ന്, അതുപോലെ അവരുടെ സംഭാവനകൾ അതൊന്ന് വരുന്നുണ്ട്. പിന്നെ തിരുവിതാംകൂർ രാജവംശം വരുന്നുണ്ട്. പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന നായകന്മാരൊക്കെ അല്ലെ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ദേശീയ അതായത് ഓരോ കലാപങ്ങൾ ഉണ്ടല്ലോ, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, അങ്ങനെ വൈക്കം സത്യാഗ്രഹം തുടങ്ങി 47-ല് പുന്നപ്ര വയലാർ സമരം, പാലിയം സത്യാഗ്രഹം എന്നുവരെ അടുത്തൊരു ടോപ്പിക്ക് കിടക്കുന്നുണ്ട്. അടുത്തത് ഐക്യ കേരള പ്രസ്ഥാനം, ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ടോപ്പിക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കണക്കാക്കിയിരിക്കുന്നത്, ഞാൻ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഇന്നിപ്പോ നമ്മൾ എടുക്കുന്നത് നവോത്ഥാന നായകന്മാര്, അതേപോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒക്കെ എല്ലാം ഒരൊറ്റ ക്ലാസ്സിൽ തീർക്കുക. അടുത്ത ക്ലാസ്സിൽ യൂറോപ്യന്മാരുടെ ആഗമനം, തിരുവിതാംകൂർ രാജവംശം, ഐക്യ കേരള പ്രസ്ഥാനം ചെയ്യുക. അടുത്തൊരു ക്ലാസ് അത് ഏത് ആകാം, നാളെ അല്ലെങ്കിൽ മറ്റന്നാളാകാം. അപ്പോ അതായത് ഒരു ദിവസം ഗ്യാപ്പ് ഇടണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഏതൊക്കെയാണ് മുന്നേറ്റങ്ങൾ ഉണ്ടല്ലോ, അഞ്ചുതെങ്ങ് കലാപം തുടങ്ങിയിട്ട് പാലിയം സത്യാഗ്രഹം വരെയുള്ള കാര്യങ്ങൾ ഒരു ക്ലാസ്സിൽ, അങ്ങനെ 3 ക്ലാസ്. ഓക്കെ, എന്താണ് 3 ക്ലാസ് കൊണ്ട് 10 മാർക്ക് ഉറപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ്. ഇടയിൽ മിക്സ് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ റിവിഷൻ ചെയ്യാനും ഒക്കെ ഒരു കൺഫ്യൂഷൻ വരുമോ എന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയിൽ പുതിയ SCERT അടിസ്ഥാനമാക്കി 4 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അനീതിയിൽ നിന്നും നീതിയിലേക്ക്, ദേശീയ പ്രസ്ഥാനവും കേരളവും, അതായത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാനം, ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്, ചരിത്രത്തിന്റെ ആധാരശിലകൾ, 4 ലെസൺ ആണ് നിങ്ങൾക്ക് SCERT പഠിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ ലെസണിൽ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടും അവരുടെ സംഘടനകളെ കുറിച്ചിട്ടും നോക്കുക. അതേപോലെ ഇന്ന് എടുക്കുന്ന ലെസൺസ് അനീതിയിൽ നിന്നും നീതിയിലേക്ക്, ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്, ചരിത്രത്തിന്റെ ആധാരശിലകൾ, ഈ 3 ലെസൺ ഇന്നിവിടെ കംപ്ലീറ്റ് ആക്കി തരും. നാളെ ദേശീയ പ്രസ്ഥാനം മുന്നേറ്റങ്ങളുണ്ടല്ലോ, ആ മുന്നേറ്റത്തിന്റെ കൂടെ, ആ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഈ ലെസൺ ഫുള്ളും പഠിക്കാനുണ്ട്. പഴശ്ശിരാജ തുടങ്ങിയിട്ട് വൈക്കം സത്യാഗ്രഹവും, ഗുരുവായൂർ സത്യാഗ്രഹവും, കീഴരിയൂർ ബോംബ് കേസുകളും, മലബാർ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലെസണിൽ കിടക്കുന്നുണ്ട്, 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നാളെ എന്ത് ചെയ്യാം, ഈ ഒരു ലെസൺ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രസ്ഥാനം മുഴുവൻ, നമുക്ക് ആ മുന്നേറ്റങ്ങൾ അതൊരൊറ്റ ലെസണിൽ കഴിയും. മനസ്സിലായോ? എന്താണെന്നുള്ളത് അഭിപ്രായം താഴെ പറയണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമന്റുകളൊക്കെ വിലയേറിയ കമന്റുകൾ താഴെ ഞാൻ കാണുന്നുണ്ട്. ജസ്റ്റ് ഒരു ലൈക്ക് മാത്രമേ ഞാൻ ഇട്ടിട്ട് പോകുന്നുള്ളൂ, ചിലതിന് മാത്രമേ ഞാൻ മെസ്സേജ് ഇടുന്നുള്ളൂ. സമയം അത്രയും കളയാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, കാരണം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ക്ലാസ് നമുക്ക് റെഡിയാക്കണ്ടേ. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്തിട്ട് താഴെ എല്ലാ കമന്റും ഞാൻ കാണുന്നുണ്ട്, അതിന് ലൈക്ക് തരുന്നുണ്ട്, മെസ്സേജ് റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. ഒരുപാട് ഓരോ നിമിഷവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ജൂലൈ
2018 എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനാകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. ഒരു 5 മിനിറ്റ് സമയം ലാഗിയതിൽ ക്ഷമിക്കണം. ക്ലാസ്സിലേക്ക് ഓക്കെ, നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. SNDP അല്ലേ? SNDP സ്ഥാപിതമായി. എന്താ SNDP? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. 1903 മെയ് 15 ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് അല്ലേ? ഏതാണ് സംഘടന? SNDP. SNDP സ്ഥാപിച്ചത് വർഷമൊക്കെ പഠിക്കണം കേട്ടോ. ഞാൻ ഇവിടെ കൊടുത്ത വർഷങ്ങള് ചിലതൊന്നും വർഷം കൊടുത്തിട്ടില്ല, അതൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ കൊടുത്ത വർഷങ്ങൾ പഠിക്കുക, കാരണം അതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. പഠിച്ചോളണേ. SNDP സ്ഥാപിതമായത് 1903 മെയ് മാസം 15-ാം തീയതി ശ്രീ നാരായണ ഗുരു സ്ഥാപിച്ചതാണ്. SNDPയുടെ മുഖപത്രം വിവേകോദയമാണ്. ഇപ്പോ വിവേകോദയം അല്ല മുഖപത്രം, യോഗനാഥമാണ് കേട്ടോ. യോഗനാഥം. നമ്മുടെ ഒരു സ്റ്റുഡന്റ് യെല്ലോ ഇതില് ഇതാക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് വൈറ്റ് തന്നെ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു 3 കാര്യം ഒക്കെ ആയോ? ഇങ്ങനെ സെറ്റ് ചെയ്ത് പോണം കേട്ടോ. ഇങ്ങനെ സെറ്റ് ആക്കണേ. ഈ ഓരോരോ ഭാഗങ്ങൾ സെറ്റ് ആക്കി പോണം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ക്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ SNDP സ്ഥാപിതമായത് 1903 മെയ് മാസം 15-ന് ശ്രീ നാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയാണ്. മുഖപത്രം വിവേകോദയമാണ് നിലവിൽ വരുമ്പോൾ. ഇപ്പൊ മുഖപത്രം യോഗനാഥമാണ്. അവിടെ പഠിച്ചു വെക്കുക. NSS 1914 ഒക്ടോബർ മാസം 30-ന് കോട്ടയത്തിലെ പെരുന്നയിലാണ് സ്ഥാപിച്ചത്. അതിന്റെ മുഖപത്രം സർവീസ് ആണ്. NSSന്റെ മുഖപത്രം സർവീസ് ആണ്. മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. മന്നത്ത് പത്മനാഭനാണ് NSSന്റെ സ്ഥാപകൻ. ഓക്കെ. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി സ്ഥാപിച്ചതാണ്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളിൽ പ്രവേശനം, ഇതൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ മുഖപത്രം സാധുജന പരിപാലിനിയാണ്. ഈ സാധുജന പരിപാലന സംഘം പിന്നീട് എന്തായി മാറി? പുലയ മഹാസഭ എന്നറിയപ്പെട്ടു 1938. ഓക്കെയാണോടാ? അടുത്ത ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ 1917 സ്ഥാപിച്ച സംഘടനയാണ്. അതിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ഓക്കെ, അഭിനവ കേരളം. ഏതിന്റെ മുദ്രാവാക്യം ഏതാണ്? ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് ഏത്? അഭിനവ കേരളം. ഈ അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യമാണ് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഇത് ഏത് മുഖപത്രത്തിന്റെ മുദ്രാവാക്യമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ മുഖപത്രമായ അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യമാണ്. ഓക്കെ, ഇവിടെ ഈ സ്ലൈഡ് സെറ്റായോ? എപ്പോഴാണ്? 1903 മെയ് മാസം 15-ാം തീയതി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് SNDP. SNDPയുടെ മുഖപത്രം വിവേകോദയമാണ്. ഇപ്പൊ അതിന്റെ മുഖപത്രം യോഗനാഥമാണ്. NSS ശ്രീ മന്നത്ത് പത്മനാഭൻ 1914 കോട്ടയത്ത് പെരുന്നയിൽ സ്ഥാപിച്ചതാണ്. അതിന്റെ മുഖപത്രം സർവീസ് ആണ്. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി സ്ഥാപിച്ചു. എന്തിനു വേണ്ടി? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യവും സ്കൂളിൽ പ്രവേശനം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. സാധുജന പരിപാലിനി ആണ് ഇതിന്റെ മുഖപത്രം. ഇത് പിന്നീട് പുലയ മഹാസഭ എന്നറിയപ്പെട്ടു 1938. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ 1917. അതിന്റെ മുഖപത്രം അഭിനവ കേരളം. അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് 1909 ഇരവിപേരൂർ. പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കണം. കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ അല്ലെ? പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ എന്തു പറയാം? പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ എന്തു പറയാം? പൊയ്കയിൽ അപ്പച്ചൻ എന്നും അറിയപ്പെടുന്നതാണ് ആര്? കുമാരഗുരുദേവൻ. ഓക്കെ, ആദിയാർ ദീപമാണ് ഇതിന്റെ മുഖപത്രം. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ മുഖപത്രം ആദിയാർ ദീപം. ഓക്കെ ആണല്ലോ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ 1909. മിന്റോ മുരളി ഭരണപരിഷ്കാരം നടക്കുന്ന വർഷം 1909 അല്ലേ? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ എന്ന മൂന്നും ഒരേ പേരാണ് കേട്ടോ. എവിടെയാണ്? ഇരവിപേരൂരാണ്. അതിന്റെ മുഖപത്രം ആദിയാർ ദീപം. സമത്വ സമാജം വെരി ഇമ്പോർട്ടന്റ്, പഠിക്കണം. 1836 വൈകുണ്ഠ സ്വാമികള് സ്ഥാപിച്ച സംഘടനയാണ്. ഇതിന്റെ പ്രത്യേകത നമ്മുടെ കേരളത്തില് സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന നഗരാണ്. ഇപ്പൊ നമ്മൾ കുറെ സംഘടനകൾ എപ്പോഴും പഠിക്കും.
അപ്പൊ ആദ്യമായിട്ട് ഒരു സംഘടനയ്ക്ക് തുടക്കമിട്ടത് ഏതാണ്? സമത്വ സമാജമാണ് കേട്ടോ. സമത്വ സമാജം 1836 വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന നായകനാണ്. ഇനി യോഗക്ഷേമ സഭ 1908 ജനുവരി 31 ആലുവയിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. 1908 VT ഭട്ടതിരിപ്പാട്. എന്തായിരുന്നു യോഗക്ഷേമ സഭ സ്ഥാപിക്കാൻ കാരണമായത്? അതിൽ എന്തൊക്കെയായിരുന്നു? ബഹുഭാര്യാത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക. ഇതായിരുന്നു യോഗക്ഷേമ സഭയുടെ ലക്ഷ്യം. അതിന്റെ മുഖപത്രം മംഗളോദയമാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. പഠിച്ചല്ലോ. പ്രത്യക്ഷ രക്ഷാദേവ സഭ ആരാണ്? പൊയ്കയിൽ യോഹനാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ, ഇരവി പേരൂരാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. മുഖപത്രം മംഗളോദയം. കേരള പുലയ മഹാസഭ 1970 സ്ഥാപിച്ചത്. PK ചാത്തൻ മാസ്റ്റർ വെങ്ങാനൂര്. നയലഭമാണ് അതിന്റെ മുഖപത്രം കേട്ടോ. കേരള പുലയ മഹാസഭ 1970 PK ചാത്തൻ മാസ്റ്റർ സ്ഥാപിച്ചതാണ്. വെങ്ങാനൂര്. നയലഭം മുഖപത്രം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918 വക്കം മൗലവി സ്ഥാപിച്ചതാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918 വക്കം മൗലവിയുടെ കൊടുത്ത എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. എല്ലാ ചോദ്യങ്ങളും ഇനി ഓരോന്ന് എടുത്തു പറയുന്നില്ല. ഏതൊക്കെയാണ്? വക്കം മൗലവിയുടേത് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അതിലൊക്കെ വക്കം മൗലവിയുടെ സംഘടനകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിലൊക്കെ എപ്പോഴും മുസ്ലിം അതുപോലെ ഇസ്ലാം എന്ന പദങ്ങൾ ഉണ്ടാകും കേട്ടോ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം, ഇതൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. സനാതന വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. സനാതന വിദ്യാർത്ഥി സംഘം ആഗമാനന്ദ സ്വാമി. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. 1921 ജനുവരി മാസം 14 തിരുവിതാംകൂർ ചേരമർ മഹാസഭ ആര് സ്ഥാപിക്കുന്നത്? പാമ്പാടി ജോൺ ജോസഫ് സ്ഥാപിക്കുന്നത്. CMI സഭ ആരാണ്? ചാവറയച്ചനാണ് അല്ലെ. ചാവറയച്ചൻ സ്ഥാപിക്കുന്നതാണ് CMI സഭ. എന്താ CMI? കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്നാണ് എന്റെ ഫുൾ ഫോം. അത് സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. ആത്മാനുതാപം സ്ഥാപിക്കുന്നതും ചാവറയച്ചനാണ്. ആത്മാനുതാപം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈഴവ സമാജം സ്ഥാപിച്ചത് TK മാധവൻ. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. ഈഴവ സമാജം TK മാധവൻ. മഹാസഭ ഡോക്ടർ പൽപ്പു അല്ലെ. ഡോക്ടർ പൽപ്പു ആരാ? മഹാനാണ് അല്ലെ. ഡോക്ടർ പൽപ്പു മഹാനാണ്. ഈഴവ സമാജം TK മാധവൻ. ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു. അരയ സമാജം സ്ഥാപിച്ചത് 1907 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് 1913. കല്യാണദായിനി സഭ 1912. അരയ വംശോധാരിണി സഭ, സന്മാർഗ പ്രദീപ സഭ, ബാലസമുദായ പരിഷ്കാരിണി സഭ, ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. ബാലസേവാ സമിതി, ജ്ഞാനോദയം സഭ, ഇതൊക്കെ ആരുടെ സംഭാവനയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ സംഭാവനകളാണ്, സംഘടനകളാണ് കേട്ടോ. അരയ സമാജം, കൊച്ചി പുലയ മഹാസഭ, കൊച്ചിയാണ് കേട്ടോ, അവിടെ ശ്രദ്ധിക്കണേ. കൊച്ചി പുലയ മഹാസഭ, കല്യാണദായിനി സഭ, അരയ വംശോധാരിണി സഭ, സന്മാർഗ പ്രദീപ സഭ, ബാലസമുദായ പരിഷ്കരണി സഭ, ബാലസേവാ സമിതി, ജ്ഞാനോദയം സഭ, ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി 1918. പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷ സിംഹം എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. വിദ്യാഭൂഷണി സഹോദരൻ അയ്യപ്പന്റേതാണ്. സ്ത്രീ വിദ്യാഭൂഷണി ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. പഠിക്കണം കേട്ടോ.
അപ്പൊ ഇവിടെ എന്തൊക്കെയാ പണ്ഡിറ്റ് കറുപ്പന്റെ സംഘടനകൾ പഠിച്ചത്? അരയ സമാജം, കൊച്ചി പുലയ മഹാസഭ, കല്യാണദായിനി സഭ, അരയ വംശോധാരിണി സഭ, സന്മാർഗ പ്രദീപ സഭ, ബാലസമുദായ പരിഷ്കരണി സഭ, ബാലസേവാ സമിതി, ജ്ഞാനോദയ സഭ, ഇതെല്ലാം പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ശ്രീ വിദ്യാഭൂഷണി സ്ഥാപിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ, ശ്രീ വിദ്യാഭൂഷണി, ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷസിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലിക്കുട്ടി അരയൻ. വിദ്യാഭൂഷണി ആര്യ സഹോദരൻ അയ്യപ്പൻ. വിദ്യാഭൂഷണി സഹോദരൻ അയ്യപ്പൻ. സ്ത്രീ വിദ്യാഭൂഷണി ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, പഠിച്ചവർക്ക് നല്ലൊരു റിവിഷൻ ആണ്. ഇനിയിപ്പോ സാഹചര്യങ്ങളാകാം അല്ലെ, പറ്റാത്തൊക്കെ സാഹചര്യങ്ങളുണ്ടാകും. കുട്ടികളും കുടുംബവും ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാ, ഒന്ന് ഇതൊരിക്കൽ ക്ലാസ് കണ്ടു, ഞാൻ കെമിസ്ട്രി ഓക്കെ ആയി കൊണ്ട് ഇരിക്കാൻ പാടില്ല, റിവിഷൻ ചെയ്യണം കേട്ടോ. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. ദേശസേവിക സംഘം അക്കാമ ചെറിയാനാണ്. കാതുമുറി പ്രസ്ഥാനം ആര്യാപ്പള്ളം. അന്തർജന സമാജം പാർവതി നെന്മേനി മംഗലം കേട്ടോ. അപ്പൊ ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. ദേശസേവിക സംഘം ആരാണ്? അക്കാമ ചെറിയാനാണ്. പ്രീവിയസ് ആണ്. ദേശസേവിക സംഘം അക്കാമ ചെറിയാനാണ്. കാതുമുറി പ്രസ്ഥാനം ആര്യാപ്പള്ളമാണ്. അന്തർജന സമാജം പാർവതി നെന്മേനി മംഗലമാണ്. മലബാറിലെ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് കുട്ടിമാളു അമ്മ. ഇനി സഹോദരൻ അയ്യപ്പനെ കുറിച്ച് എന്തൊക്കെ പഠിക്കാം? സഹോദര സംഘം സ്ഥാപിച്ചത്, അദ്ദേഹം സ്ഥാപിച്ച മാസികയാണ് സഹോദരൻ. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം, വിദ്യാഭൂഷണി, മിശ്രഭോജന പ്രസ്ഥാനം 1917 ചെറായിൽ. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. മിശ്രഭോജന പ്രസ്ഥാനം 1917 ചെറായിൽ കേട്ടോ. ഇതൊക്കെ സഹോദരൻ അയ്യപ്പന്റേതാണ്. മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. 1917 ചെറായിലാണ്. സഹോദര സംഘം സ്ഥാപിച്ചത്, അദ്ദേഹം സ്ഥാപിച്ച മാസിക സഹോദരൻ. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം, വിദ്യാഭൂഷണി മാസിക, ഇതൊക്കെ എന്താണ്? സഹോദരൻ അയ്യപ്പന്റേതാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ, വിദ്യാഭൂഷണി സഹോദരൻ അയ്യപ്പൻ, സ്ത്രീ വിദ്യാഭൂഷണി ബ്രഹ്മാനന്ദ ശിവയോഗി. KP വള്ളോന്റേതാണ് പുലയ മഹാസഭ. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ, 2024 ചോദ്യമാണ്. KP വള്ളോന്റേതാണ് പുലയ മഹാസഭ. കൊച്ചിൻ പുലയ മഹാസഭയാണെങ്കിൽ, കൊച്ചിൻ പുലയ മഹാസഭ ആണെങ്കിൽ ആരുടേതാണ്? അത് പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. ഓക്കെ ആണോ കേട്ടോ? ഓക്കെ, KP വള്ളോന്റേതാണ് പുലയ മഹാസഭ. അയ്യാ വൈകുണ്ഠൻ. ഈ 3 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഈ 3 ചോദ്യങ്ങൾ പഠിക്കണേ. കാരണം ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് തന്നു, ചേരുംപടി ചേർക്കാൻ. അതിൽ KP വെള്ളോന്റെ പുലയ മഹാസഭ, അയ്യാ വൈകുണ്ഠസ്വാമിന്റേതാണ് ഉച്ചിപ്പതിപ്പ്, CP അച്യുത മേനോന്റേതാണ് വിദ്യാ വിനോദിനി കേട്ടോ. പഠിച്ചു വെക്കണേ. KP വെള്ളോന്റേതാണ് പുലയ മഹാസഭ. കൊച്ചിൻ പുലയ മഹാസഭ ആരുടേതാടാ? പണ്ഡിറ്റ് കറുപ്പൻ. അയ്യാ വൈകുണ്ഠന്റേതാണ് ഉച്ചിപ്പതിപ്പ്. CP അച്യുത മേനോന്റേതാണ് വിദ്യാ വിനോദിനി. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. സുഗുണവർദ്ധിനി അയ്യത്താൻ ഗോപാലൻ. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ, സുഗുണവർദ്ധിനി അയ്യത്താൻ ഗോപാലൻ. ഇനി അൽ ഇസ്ലാം എന്ന മാസിക ആരുടേതാണ്? ബക്കം അബ്ദുൽ ഖാദർ മൗലവി. അത് നമ്മൾ നേരത്തെ പഠിച്ചു. അൽ അമീൻ എന്ന പത്രം അബ്ദുൾ റഹിമാൻ സാഹിബ്, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദ്. നല്ല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അൽ ഇസ്ലാം ഏതാണ്? ബക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതൊരു മാസികയാണ് കേട്ടോ. അൽ ഇസ്ലാം എന്ന മാസിക ബക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ സ്ഥാപിച്ചതാണ്. ദൈവത്താർ. പുലയ മഹാസഭ അയ്യങ്കാളി. കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. കേരളം പുലയ മഹാസഭ PK ചാത്തൻ മാസ്റ്റർ. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താർ. പുലയ മഹാസഭ അയ്യങ്കാളി. കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. കേരള പുലയ മഹാസഭ ചാത്തൻ മാസ്റ്റർ. ഇവിടെ ഒന്ന് റിവിഷൻ ചെയ്യാം. SNDPയുടെ മുഖപത്രം ഏതാണ്?
SNDPയുടെ മുഖപത്രം ഏതാണ്? SNDP കിട്ടുന്നുണ്ടോ നോക്ക്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം കിട്ടുന്നുണ്ടോ നോക്ക്. ആത്മവിദ്യാസംഘം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നുള്ളൂ. യോഗക്ഷേമ സഭ, VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച യോഗക്ഷേമ സഭയുടെ മുഖപത്രം പറയാ. കേരള പുലയ മഹാസഭ, കേരള പുലയ മഹാസഭ മുഖപത്രം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഏതാണ്? SNDP യോഗനാഥം അല്ലേ? SNDPയുടെ യോഗനാഥം. പിന്നെ സാധുജന പരിപാലന സംഘം, സാധുജന പരിപാലിനി, സാധുജന പരിപാലിനി. ആത്മവിദ്യാസംഘത്തിന്റെ അഭിനവ കേരളം, അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം ഞാൻ പറഞ്ഞു തന്നു. ഏതാണ്? ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ അല്ലെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഏതാണ്? ആദ്യാർ ദീപം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം അല്ലെ, മംഗളോദയം. കേരള പുലയ മഹാസഭയുടെ മുഖപത്രം നയലഭം. പഠിച്ചോ? ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇടയ്ക്ക് മിസ്റ്റേക്ക് വരും, പെട്ടെന്ന് കിട്ടോ കിട്ടില്ല. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, SSCRTക്ക് കിടക്കാം. ഓക്കെ, സംഘടനകളൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചു മക്കളെ. ഒന്ന് തുടങ്ങിയിട്ട് 25 ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയിട്ടുണ്ട്. പഠിച്ചു ഒപ്പം വരണുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. വെറുതെ ഇപ്പൊ ഓടി വരണ്ട. ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അറിയാത്ത ക്വസ്റ്റ്യൻസ് ഷോർട്ടാക്കിയിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. ഷോർട്ടാക്കിയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, CMI സഭ സ്ഥാപിച്ചത് ആരാ? CMI സഭ സ്ഥാപിച്ചത് ആരാണ്? ചവറയച്ചൻ അല്ലേ? ചവറയച്ചനാണ് CMI സഭ സ്ഥാപിച്ചത്. വൈകുണ്ഠസ്വാമികളുടേത് ഏതാണ്? സമത്വ സമാജം അല്ലേ? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ അല്ലേ? പിന്നെ SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു ആണ് അല്ലെ? അരയ സമാജം ആരാണ്? അരയ സമാജം ആരാ? കറുപ്പനാണ് അല്ലെ? ഒന്ന് ഞാൻ പറയുന്നതൊന്ന് കേട്ടിരിക്കോ? ഓക്കെ, ചവറ കുര്യക്കോസ് ഏലിയസിനെയാണ് CMI സഭ. പിന്നെ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചതാണ് സമത്വ സമാജം, SNDP ശ്രീനാരായണ ഗുരു. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള പുലയ മഹാസഭ, കേരള പുലയ മഹാസഭ ചാത്തൻ മാസ്റ്റർ ആണ്. ആരാണ്? ചാത്തൻ മാസ്റ്റർ ആണ്. ദേശസേവികാ സംഘം സ്ത്രീയാണ്. ആരാണ്? അക്കാമ അല്ലെ? അക്കാമ ചെറിയാനാണ്. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥന്റേതാണ്. മുസ്ലിം ഐക്യസംഘം വക്കം മൗലവിയുടേതാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് മുസ്ലിം ഐക്യസംഘം. ഇസ്ലാം ധർമ്മപരിപാലന സംഘം എന്നിവയൊക്കെ. ആനന്ദ മഹാസഭ, ആനന്ദം ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ. വേലുക്കുട്ടി അരയന്റേതാണ് അരയവംശ പരിപാലന യോഗം. വേലുക്കുട്ടി അരയവംശ പരിപാലന യോഗം. NSS മന്നത്ത് പത്മനാഭൻ. പിന്നെ PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആയാലോ? എങ്കിൽ നമുക്ക് SSCRTയിലേക്ക് കടക്കാം. ഇവിടെ SSCRTയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ അയ്യങ്കാളി നടത്തിയ അരികുവൽക്കരണത്തിനെതിരെ നടന്ന സമരങ്ങളെ കുറിച്ചൊരു ഇത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ SSCRTയില്. അപ്പൊ അദ്ദേഹം നമുക്കറിയാം ഈ താഴ്ന്ന ജാതിപ്പെട്ടവർക്കൊന്നും വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതിക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനെതിരെ അവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആര്? അയ്യങ്കാളി. അവർ ഈ പഞ്ചമി എന്നൊരു ദളിത് ബാലികയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ? അവർക്ക് ആ കുട്ടിക്ക് എന്ത് ചെയ്തില്ല? സ്കൂൾ വിദ്യാഭ്യാസം അനുവദിച്ചില്ല. അതുകൊണ്ട് ഈ അയ്യങ്കാളി എന്ത് ചെയ്തു? ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അയ്യങ്കാളി സ്കൂളിലേക്ക് വന്നിട്ട് ആ സ്കൂളിൽ കയറ്റിയിരുത്തി. കണ്ടോ? അതേപോലെ വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ഇനി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ആരുടെ സന്ദേശമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അതേപോലെ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരണം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ശ്രീനാരായണ ഗുരു, ചാവറയച്ചൻ, അയ്യ വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ, ഇവരെല്ലാം. അപ്പൊ നമ്മൾ ഇത്ര നേരം സംഘടനകളൊക്കെ പഠിച്ചില്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഭരണഘടനയില് 14, 15, 17 ഈ 3 അനുച്ഛേദങ്ങൾ ജാതി വിവേചനത്തിനെതിരെ ഉള്ളതാണ്.
പിന്നെ 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, പിന്നെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ തടയൽ നിരോധന നിയമം 1989. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കുക. ഇനി ഈ മഹാശില സ്മാരകം ഞാൻ ഇതിവിടെ ഉൾപ്പെടുത്തിയത് നമുക്ക് ഈ കേരളത്തിലെ സാഹിത്യ സ്രോതസ്സുകളും മറ്റും പഠിക്കാനുണ്ട്. അപ്പൊ ഇത് കയറി വന്നു കഴിഞ്ഞാൽ മാർക്ക് പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ മഹാശില സ്മാരക കേന്ദ്രങ്ങൾ കേരളത്തിലെ മറയൂരിലാണ് കേട്ടോ. കേരളത്തിൽ എവിടെയാണ്? മറയൂർ എവിടെയാ? ഇടുക്കി കേട്ടോ. ഇടുക്കി ജില്ലയില്, തമിഴ്നാട്ടില് ആദിച്ചനെല്ലൂര്, ആന്ധ്രാപ്രദേശിലെ നാഗാർജുന കൊണ്ടയില്, കർണാടകത്തിലെ ബ്രഹ്മഗിരിയില്, ഇവിടെയൊക്കെ മഹാശില സ്മാരക കേന്ദ്രങ്ങളുണ്ട്. പിന്നെ ഇവിടെ പഠിക്കാനുള്ളത് പ്രാചീന തമിഴകത്തെ കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ് ഏതെന്ന് ചോദിച്ചാൽ അത് പഴന്തമിഴ് പാട്ടാണ് കേട്ടോ. പ്രാചീന തമിഴകത്തെ കുറിച്ച് വിവരം ലഭിക്കുന്ന ചരിത്ര സ്രോതസ് പഴന്തമിഴ് പാട്ടാണ്. ഇനി സംഘകാല കൃതികൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ സംഘകാല കൃതികൾക്ക് ഉദാഹരണമാണ് കുറുന്തകൈ, നറ്റിനെ, അകനാനൂറ്, പതിറ്റുപത്ത് കേട്ടോ. അത് പഠിക്കുക. പിന്നെ പ്രാചീന തമിഴകത്തെ കുറിച്ച് ഉള്ള പ്രധാന സ്രോതസ്സുകൾ സംഘ സാഹിത്യ കൃതികളും തിരുക്കുറലും ചിലപ്പതികാരവും മണിമേഖല. ഇതെല്ലാം പ്രാചീന തമിഴകത്തെ കുറിച്ച് വിവരം ലഭിക്കുന്ന സ്രോതസ്സുകളാണ്. സംഘ സാഹിത്യ കൃതികളും തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല. പിന്നെ സംഘസാഹിത്യത്തിലെ ഐന്തിണ എന്ന് പറഞ്ഞാൽ 5 തിണകൾ ഏതൊക്കെയാ ചോദിച്ചാൽ കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തല്. കുറിഞ്ചി എവിടെയാണ് താമസിക്കുക? കാടും മലകളിലൊക്കെയാണ് അല്ലെ. അവര് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണങ്ങൾ. മുല്ലൈ, കുറിഞ്ചി മല കാട് എന്ന് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ പുൽമേടുകൾ, കുറ്റിക്കാടുകൾ, അത് മുല്ലയാണ്. കന്നുകാലി മേക്കലാണ് അവരുടെ ഉപജീവന മാർഗം. അതിന്റെ തൊട്ട് താഴെ പാലൈ, വരണ്ട പ്രദേശമാണ്, കൊള്ളയും കവർച്ചയുമാണ്. മരുതം വയൽ പ്രദേശമാണ്, കൃഷിയാണ് അവരുടെ ഉപജീവന മാർഗം. നെയ്തല് തീരപ്രദേശത്ത് താമസിക്കുക, അവരുടെ ഭൂമിശാസ്ത്ര സവിശേഷത നെയ്തലാണ്. മീൻപിടുത്തവും ഉപ്പുകുറുക്കലുമാണ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കളെ പഠിക്കണേ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ഇവർ എവിടെയുള്ള പ്രദേശം എന്താ? മരുതമൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പഠിക്കാറുണ്ട്. നെയ്തലൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 8 വീട്ടുപിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്ത വ്യക്തിയാണ്. ഭൂപ്രമാണിമാരായിട്ടുള്ള 8 വീട്ടുപിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്ത വ്യക്തിയാണ്. അതുപോലെ രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. രാജ്യത്തെ എന്ത് ചെയ്തു? ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. എങ്ങനെയാണെന്നറിയോ മാർത്താണ്ഡവർമ്മ തിട്ടപ്പെടുത്തിയത്? ബ്രഹ്മസ്വം, ദേവസ്വം, പണ്ടാരവക. പ്രീവിയസ് ആണ് കേട്ടോ. മാർത്താണ്ഡവർമ്മ എങ്ങനെയാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രഹ്മസ്വം, ദേവസ്വം, പണ്ടാരവക. അങ്ങനെയാണ്. തൃപ്പടിദാനം നടത്തിയതും മാർത്താണ്ഡവർമ്മയാണ്. ഇനി ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ അമർച്ച ചെയ്തു, വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതും ശക്തൻ തമ്പുരാണ്. രണ്ടുപേരുടെയും വ്യത്യാസങ്ങൾ നന്നായി നോട്ട് ചെയ്ത് വെക്കുക. ഈ തിരുക്കുറലിന്റെ രചയിതാവ് തിരുവള്ളുവരാണ് കേട്ടോ. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികളാണ്. ഈ കോവലിന്റെയും കണ്ണകിയുടെയും കഥ പറയുന്നതിലാണ് ചിലപ്പതികാരം കേട്ടോ. മണിമേഖലയുടെ രചയിതാവ് ചീത്തലെ ചാത്തനാറാണ്. പ്രാചീന തമിഴകത്തിലെ അങ്ങാടികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അല്ലലാവണവും നാളങ്ങാടിയുമാണ് കേട്ടോ. ഇനി ഇവിടെ എന്താ പഠിച്ചത് നമ്മള്? തിരുക്കുറലിന്റെ രചയിതാവ് തിരുവള്ളുവർ, ചിലപ്പതികാരം ഇളങ്കോവടികൾ, കോവലിന്റെയും കണ്ണകിയുടെയും കഥ പറയുന്നതാണ് ചിലപ്പതികാരം, മണിമേഖലയുടെ രചയിതാവ് ചീത്തലെ ചാത്തനാർ. ഇനി ഇവിടെ പഠിക്കണ്ട, ഇതൊന്നും ആവശ്യമില്ല. പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കൾക്കാണെങ്കിൽ മക്കത്തായം, ഇനി സഹോദരിയുടെ പുത്രന്മാർക്കാണെങ്കിൽ അത് മരുമക്കത്തായമാണ്. ഇനി പഠിച്ചു വെക്കണേ. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയുന്ന ഉത്സവം ഏതാണ്? മാമാങ്കം. അപ്പൊ മാമാങ്കം നടത്തുന്ന നദീതീരം ചോദിക്കാറുണ്ട്. ഭാരതപ്പുഴയാണ്. എവിടെ? തിരുനാവായിലാണ്. എത്ര വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടത്തുന്നത്? 12 വർഷത്തിലൊരിക്കലാണ്. തൃപ്പടിദാനം നടത്തിയത് ആരാ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എപ്പോഴാണ്? 1750 ജനുവരി 3. 1750 ജനുവരി 3. ഇനി കേരളത്തില് പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങളാണ്. ഒന്ന് കോലത്തുനാട് സ്വരൂപം. കോലത്തുനാട് സ്വരൂപം കണ്ണൂർ ജില്ലയിലും, നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോടും, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയിലും, തൃപ്പാപ്പൂർ സ്വരൂപം
വേണാടുമാണ് കേട്ടോ. കോലത്തുനാട് സ്വരൂപം കണ്ണൂര്, നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് കൊച്ചി, തൃപ്പാപ്പൂര് വേണാട്. ഈ പെരുമ്പടപ്പ് സ്വരൂപമാണ് പിന്നീട് എന്തായി മാറിയത്? കൊച്ചി രാജവംശമായിട്ട് മാറിയത്. ഈ തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ വേണാടാണ് ഏത് തിരുവിതാംകൂർ രാജവംശമായിട്ട് മാറിയത്. പഠിക്കണം കേട്ടോ, തിരുവിതാംകൂർ രാജവംശമായിട്ട്. ഈ കോലത്തുനാട് സ്വരൂപം നമ്മൾ പറഞ്ഞു കണ്ണൂർ കേന്ദ്രമാക്കിയിട്ട് ഭരിച്ചു ഭരണാധികാരി കോലത്തിരി. നെടിയിരുപ്പ് എവിടെയാ? കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം. അവിടെ ഭരണാധികാരി ആരാ? സാമൂതിരി. കോഴിക്കോട് എപ്പോഴും സാമൂതിരിമാരാണ് അല്ലെ. ഈ മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇനി പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായിട്ട് മാറിയത്. അതായത് കൊടുങ്ങല്ലൂർ പ്രദേശമാണ് ഏത് സ്വരൂപമായിട്ട് മാറിയത്? പെരുമ്പടപ്പ് സ്വരൂപം. പിന്നീട് കൊച്ചി രാജവംശം എന്ന പേര് അറിയപ്പെട്ടു. തൃപ്പാപ്പൂർ സ്വരൂപം പിന്നെ നമ്മൾ എന്താ പറഞ്ഞ? തിരുവിതാംകൂർ അല്ലെ. കേരളത്തിന്റെ തെക്കേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്വരൂപം. നാളെ ചോദ്യം വന്നാൽ എഴുതണം കേട്ടോ. കേരളത്തിന്റെ തെക്കേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്വരൂപം ചോദിച്ചാൽ തെക്കേ അറ്റത്ത് തായാണ് തൃപ്പാപ്പൂർ സ്വരൂപമാണ്, വേണാടാണ്. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായിട്ട് പരിണമിച്ചത് ഏതെന്ന് ചോദിച്ചാൽ തൃപ്പാപ്പൂർ സ്വരൂപമാണ്. ഇനി വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് ആരുടെ ഭരണകാലത്ത്? അനിഴ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ നാട്ടുരാജ്യമായി മാറിയത്. പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത് ആരെ? നമ്മൾ പഠിച്ചു, ഇത്ര നേരം പഠിച്ചു. ശക്തൻ തമ്പുരാനാണ് കേട്ടോ. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ശിലാസ്മാരകങ്ങൾ ഒന്ന് ഏതൊക്കെയാണ്? ഇടുക്കി ജില്ലയിലെ മറയൂര്, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂര്. ഇത് മൂന്നെണ്ണം കേരളത്തിലെ ശിലാസ്മാരകങ്ങൾ കാണപ്പെടുന്നതാണ്. ഇടുക്കി ജില്ലയിലെ മറയൂരും, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാടും, മലപ്പുറം ജില്ലയിലെ തവനൂരും. ഇനി ഗുഹകൾ കാണപ്പെടുന്നത് എടക്കൽ ഗുഹ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഗുഹകൾ എടക്കൽ ഗുഹ വയനാട് ജില്ലയിലും, മറയൂർ ഗുഹ ഇടുക്കിയിലും, ആങ്കോട് ഗുഹ തിരുവനന്തപുരത്തും, തെന്മല കോട്ടയ്ക്കൽ ഗുഹകൾ കൊല്ലം ജില്ലയിലുമായിട്ടാണ് കാണപ്പെടുന്നത്. എടക്കൽ വയനാട്, മറയൂർ ഇടുക്കി, ആങ്കോട് തിരുവനന്തപുരം, തെന്മല കോട്ടയ്ക്കൽ കൊല്ലം ജില്ലകൾ. ഇനി കേരളത്തിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കൾ ഉണ്ട് അല്ലെ. അതിനെയൊക്കെ സംരക്ഷിക്കുന്നത് ആരാ? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പ്. ഇനി നമ്മുടെ കേരളത്തിൽ കണ്ടെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ലിഖിതങ്ങൾ ഏതൊക്കെയാണ്? ലിഖിതങ്ങള് തരിസാപ്പിള്ളി ലിഖിതം ഏത് ജില്ലയിലാ? കൊല്ലം ജില്ലയിൽ നിന്ന് കണ്ടെത്തി. ജൂതശാസനം കണ്ടെത്തിയത് മട്ടാഞ്ചേരിയില്. പാലിയം ശാസനം ആലപ്പുഴ. പാലിയം സത്യാഗ്രഹം നമ്മൾ ആലപ്പുഴ ജില്ലയിൽ പഠിക്കാം. പാലിയം ശാസനം ആലപ്പുഴ, ജൂതശാസനം മട്ടാഞ്ചേരി, അതേപോലെ തരിസാപ്പിള്ളി ലിഖിതം കൊല്ലം ജില്ലയിൽ നിന്ന് കണ്ടെത്തിയത്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ ഏതൊക്കെയാണ്? ബേക്കൽ കോട്ട. ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ ബേക്കൽ കോട്ട. പിന്നെ കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട എവിടെയാ? തിരുവനന്തപുരം ജില്ലയിൽ. ഇനി നാണയങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണ്? നാണയശാസ്ത്രമാണ് അല്ലെ, ന്യൂമിസ്മാറ്റിക്സ് ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ഇനി കേരളത്തിന്റെ വേണ്ട. ഇനി നോക്കിക്കേ, ഇവിടെ കരുമാടിക്കുട്ടൻ സ്മാരകമുണ്ട്, ചന്ദ്രഗിരി കോട്ടയുണ്ട്, പുനലൂർ തൂക്കുപാലമുണ്ട്, വാഗൺ ട്രാജഡി സ്മാരകമുണ്ട്, സിനഗോഗ് ഉണ്ട്. ഇതൊക്കെ ഏത് ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ കരുമാടിക്കുട്ടൻ സ്മാരകം ഏത് ജില്ലയിലാ? കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയില്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡിലാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. വാഗൺ ട്രാജഡി മലപ്പുറമാണ്. സിനഗോഗ് എവിടെയാ? എറണാകുളത്താണ് കേട്ടോ. ഓക്കെ, കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ, ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്, പുനലൂർ തൂക്കുപാലം കൊല്ലം, വാഗൺ ട്രാജഡി മലപ്പുറം, സിനഗോഗ് എറണാകുളം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം കോകില സന്ദേശം 2025 ലാസ്റ്റ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അത് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യമാണ് കോകില സന്ദേശം. ചോദ്യം വന്നത് കോകില സന്ദേശം ഏതിനെ കുറിച്ചിട്ട് ഏത് സംസ്ഥാനത്തെ ഏത് ജില്ലയെ കുറിച്ചിട്ട് പ്രസ്താവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു സംസ്കൃത സന്ദേശ കാവ്യമാണ്. കോഴിക്കോടിനെ കുറിച്ചിട്ടാണ്. കോകില സന്ദേശം ജയിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. കോകില സന്ദേശം ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. അപ്പൊ SCERT എന്ത് ചെയ്തിട്ടുണ്ട്? 3 ലെസൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. SCERT 3 ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ലെസണേ ഉള്ളൂ. അത് നമുക്ക് മുന്നേറ്റങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ലെസൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നേറ്റങ്ങൾ നമ്മൾ പഠിച്ചു പോവുക. അതിന് കൂടെ SCERT പഠിക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ ഇങ്ങനെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് മതിയോ? കേരള ഹിസ്റ്ററി വേഗം തീർക്കാം, ജോഗ്രഫി തീർക്കാം, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ മിക്സ് ആക്കിയിട്ട് പോകാം.
അങ്ങനെയാണെങ്കിൽ ഒന്ന് തീർത്തിട്ട് ഒന്ന് മതിയോ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ. ക്ലാസ് താഴെ അഭിപ്രായം ഇടുക കേട്ടോ. താങ്ക് യു.